ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജിൻഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ പുതിയ ചാനലാണ് ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗായ്സ്. യെസ്, ഫൈനലി ഐ ആം എസ് എ യൂട്യൂബർ. അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നതിലുപരി ഇൻ ഷോർട്ടിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ നിങ്ങളും എന്നെപ്പോലെ ന്യൂ യൂട്യൂബർ ആണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ വേറെ ആരെങ്കിലും യെസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഓല അക്കൗണ്ടിൽ കയറിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓല ചാനൽ. അങ്ങനെ നിങ്ങളും യെസ് എന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ചാനലും ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടാവും. ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെയൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമല്ലേ. നമുക്ക് ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ. അറിയില്ല ഗൈസ് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന്. ചിലപ്പോൾ ഒരാൾ പോലും എൻ്റെ വീഡിയോ കാണണമെന്നില്ല, എന്നാലും ആരെങ്കിലുമൊക്കെ കണ്ടാലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനിങ്ങനെ പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് നേരെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ഫോട്ടോയിൽ ന്യൂ എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് പിന്നെ അതിനൊരു ഫോട്ടോ എടുക്കുക. നമുക്ക് ഏതിൻ്റെ ഫോട്ടോ ആണോ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടത് ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് അവിടെ താഴത്ത് ഒരുപാട് മെനൂസ് കാണാം. അതിൽ നമ്മൾ കട്ടൗട്ട് എന്ന ഓപ്ഷൻ എടുക്കുക, കട്ടൗട്ട് ചെയ്യുക. ഇപ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചറിന് എന്തെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിന് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഔട്ട്ലൈൻ കാണാം. തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിലൊരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിൻ്റെ തന്നെ സെയിം സാധനം അവിടെ ഉണ്ടാവും, അതിനെ ബ്ലർ രൂപത്തിലാക്കാം. അപ്പോൾ അതിലൊരുപാട് ഇതിൽ കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പം ഒരു യെല്ലോ കളറിലാണ് ഞാനിവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്കിതിനെ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മുകളിലെ എക്സ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. ആവശ്യമുള്ളൊരു യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.